ഹായ് നമസ്കാരം. നമ്മൾ ആയുഷ്മാൻ ഭാരത് എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY. അതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ നമുക്ക് സൗജന്യമായിട്ട് തരുന്നൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്. 5 ലക്ഷം രൂപ വരെ ചികിത്സാ ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് ആരൊക്കെയാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ അംഗത്വം എടുക്കുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലർക്കും അറിയില്ല. നമുക്ക് എന്തായാലും ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കാം. വെൽക്കം ടു Rightclicks. ദിസ് ഈസ് അഭിനീഷ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ആയുഷ്മാൻ ഭാരതിലേക്ക് ഇപ്പോൾ നേരിട്ട് നമുക്ക് പോയിട്ട് അംഗത്വം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിലവിലില്ല. പലർക്കും ചിലപ്പോൾ അതിൽ നിന്നൊരു ലെറ്റർ വന്നിട്ടുണ്ടാവും. ലെറ്റർ കിട്ടിയവരും കിട്ടാത്തവരും ഉണ്ടാവാം. നമ്മുടെ ചുറ്റുപാടിലും തന്നെ നമ്മളടക്കം ചിലപ്പോൾ പലരും അതിൽ അംഗങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് അറിയില്ല എന്ന് മാത്രം ആരൊക്കെ അംഗങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ അത് പരിശോധിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അംഗങ്ങളായിട്ടുള്ളവർക്ക് അവരുടെ ആയുഷ്മാൻ ഭാരത് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ഫാമിലിയിൽ ഒരാൾ അംഗമായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിയിലെ മറ്റ് അംഗങ്ങളെ ചേർക്കാനുള്ള അവസരമുണ്ട്. KYC കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ വ്യക്തമാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് അതിനകത്ത് ബെനിഫിഷ്യറി NHA എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന ഒരു ലിങ്ക് തന്നെയാണ് PMJAY ബെനിഫിഷ്യറി പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. ഇതിനകത്തൊരു ബെനിഫിഷ്യറി ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ താഴെ KYCയുടെ ഒക്കെ ഡീറ്റെയിൽസ് കാണാം. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് ലഭ്യമാവുന്നതെന്ന് വെച്ചാൽ ലിങ്ക് ആധാർ, ആഡ് മെമ്പർ, റീഡു KYC, ചെക്ക് സ്റ്റാറ്റസ്. ഇത്രയും ഓപ്ഷൻസാണ് നമുക്കിപ്പോൾ ഈ ഒരു പോർട്ടലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആധാർ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. KYC ചെയ്തവർക്ക് അത് രണ്ടാമത് ചെയ്യാനായിട്ടുള്ള റീഡു KYC ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ ബെനിഫിഷ്യറി ആയിട്ട് അല്ലെങ്കിൽ ഓപ്പറേറ്ററായിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമുക്ക് ബെനിഫിഷ്യറി ആയിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. അതിപ്പോൾ ആ ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പർ തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ വെച്ച് OTP വെച്ച് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു OTP വരും. ആ OTP നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഈ ഒരു കാണിച്ചിരിക്കുന്ന ക്യാപ്ച കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. അപ്പോൾ ലോഗിൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ്, സ്കീം, ഡിസ്ട്രിക്റ്റ് ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്യേണ്ട, നമ്മളിതിന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യാണ്. അതുപോലെ സ്കീം ഓട്ടോമാറ്റിക് അവിടെ PMJAY എന്ന് വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് ഞാനിപ്പോൾ തൃശ്ശൂരാണ് കൊടുക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫാമിലി ID, ആധാർ നമ്പർ, നെയിം, റൂറൽ, ലൊക്കേഷൻ, അർബൻ, PMJAY ID, അങ്ങനെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് ആധാർ നമ്പർ വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആധാർ നമ്പർ വെച്ചിട്ട് ഞാൻ സെർച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു. ആ ഒരു ഫാമിലിയിൽ ഉള്ള മെമ്പേഴ്സൊക്കെ 2 പേർക്കാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിൽ ഒരാളുടെ മാത്രമാണ് KYC ചെയ്തിട്ടുള്ളത്, അത് അപ്രൂവ് ആയിട്ടുണ്ട്. ഒരാളുടെ KYC അൺഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്, നോട്ട് ജനറേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് KYC ചെയ്ത് വെരിഫൈഡ് ആയവരുടെ കാർഡ് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ളത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ഈ ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആദ്യം ആധാർ നമ്പർ കൊടുക്കണം. ഓതൻറ്റിക്കേഷൻ മോഡ്, ആധാർ വെരിഫൈ ചെയ്യണം. ആധാർ വെരിഫൈ ചെയ്യണമെങ്കിൽ ഇതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഐ വിഷ് ടു ക്രിയേറ്റ് ലിങ്ക് മൈ ABHA വിത്ത് PMJAY ID എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് എലോ കൊടുക്കുക. ഓതൻറ്റിക്കേഷൻ മോഡ് ആധാർ OTP, ആധാർ ഫിംഗർ പ്രിൻറ്റ്, ആധാർ ഐറിസ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആധാർ OTP മാത്രമാണ്. ആധാർ ഫിംഗർ പ്രിൻറ്റ്, ആധാർ ഐറിസ് എല്ലാം നമുക്ക് അക്ഷയ സെൻറ്ററുകൾ അതുപോലെ കോമൺ സർവീസ് സെൻറ്ററുകളിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആധാർ OTP വെച്ചാണ് നമുക്കിപ്പോൾ വെരിഫൈ ചെയ്യാൻ പറ്റുക.
അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബെനിഫിഷ്യറീസ് ആധാർ OTP എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അവിടെ ആ ആധാറിലേക്ക് വന്ന OTP നമ്പർ, അതായത് ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് വന്നിട്ടുള്ള OTP നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബെനിഫിഷ്യറീസ് മൊബൈൽ OTP എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പറിലേക്ക്, നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യാനൊരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിരുന്നല്ലോ, അതിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഓതൻറ്റിക്കേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാർഡ് ഇവിടെ കാണാൻ പറ്റും. അത് ഡൗൺലോഡ് കാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. കാർഡ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാർഡും കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ റീഡു KYC ഡൗൺലോഡ് കാർഡ് ആഡ് ഫാമിലി മെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ കാർഡ് ഡൗൺലോഡ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാർഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. ഈ ഒരു കാർഡ് നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത് സൂക്ഷിക്കാം. ഇതിപ്പോൾ ഫുള്ള് ഒരു PDF പേജാണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു മുകളിലത്തെ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് 2 സൈഡിലായിട്ട് പ്രിൻ്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അൺഐഡൻറ്റിഫൈഡ് ഇവിടെ KYC എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KYC ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ KYC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ ഈ KYC അപ്രൂവ്ഡ് ആണ്. ഈ ഒരു യൂസറിൻ്റെയാണ് നമുക്ക് KYC ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് KYC ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ പറഞ്ഞ പോലെ തന്നെ ആധാർ OTP, ഫിംഗർ പ്രിൻറ്റ്, ഐറിസ് സ്കാൻ, ഇങ്ങനെ 3 ഓപ്ഷനാണ് വരുന്നത്. ഇത് നിങ്ങൾക്കിത് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത്യാവശ്യം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാനൊക്കെ അറിയുന്നവർക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ടും ചെയ്യാം. പക്ഷേ അവിടെ ഇത് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും ക്യൂ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രായമായവരോ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിവില്ലാത്തവരോ അറിയാത്തവരൊക്കെ ആണെങ്കിൽ അവരുടെ വീട്ടിലുള്ള മറ്റ് മക്കളെ കൊണ്ടോ കൊച്ചുമക്കളെ കൊണ്ടോ ഒക്കെ ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഇതിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ KYC കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിതിൽ പൂർണ്ണമായിട്ടും വ്യക്തമാക്കിയിട്ടില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നിർത്തട്ടെ.